നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. അലാസ്കയിൽ നിർണായക ചർച്ച. അമേരിക്കയിലെ അലാസ്കയിലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയോടെ ലോകം. ഇന്ത്യൻ സമയം രാത്രി 12:30 അലാസ്കയിലെ ആംഗ്രേജിലെ നിർണായക കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലേക്ക് പുറപ്പെട്ടു. അലാസ്കയിലെ ആംഗ്രേജിൽ നിന്ന് 24 പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഏറ്റവും സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. അലാസ്കയിൽ ലോകം കണ്ടുനട്ട് കാത്തിരിക്കുകയാണ്. അവിടെ ട്രംപും പുടിനും എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു? റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അതൊരു തീരുമാനമുണ്ടാകുമോ? സമാധാനം അടുത്ത് തന്നെ എത്തിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ എന്താണ് അലാസ്കയിൽ നിന്നും? പ്രജിൻ, ദശാബ്ദങ്ങളായി ആഴത്തിൽ സൗഹൃദം വെച്ച് പുലർത്തുന്ന രണ്ട് വ്യക്തികളാണ് ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും. 7 പ്രാവശ്യമാണ് ഇതിനു മുമ്പ് അവർ പരസ്പരം കണ്ടുമുട്ടിയത്. അതേസമയം ട്രംപ് അധികാരത്തിൽ വന്നത് യുക്രൈൻ യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് 6 പ്രാവശ്യം തുടർച്ചയായിട്ടുള്ള ഫോൺ കോളുകൾക്ക് ഒക്കെ ഒടുവിൽ ഈ കാര്യങ്ങളൊന്നും കരക്കെത്തിക്കുവാൻ ഡൊണാൾഡ് ട്രംപിന് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടി ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വളരെ ഒരു അഭിമാന പ്രശ്നം കൂടി. എന്നാൽ പുടിൻ വെറും കൈയോടെ അല്ല റഷ്യയിൽ നിന്ന് അലാസ്കയിലേക്ക് തിരിച്ചിരിക്കുന്നത്. പുടിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റ് തന്നെയുണ്ട്. പ്രത്യേകിച്ച് യുക്രൈന്റെ മേലിലുള്ള ആധിപത്യം, പാശ്ചാത്യ സൈനികരെ അവിടെ നിന്ന് മാറ്റുക, ഇങ്ങനെയുള്ള ഒരുപിടി ലിസ്റ്റുമായിട്ടാണ് വരുന്നത്. തന്നെയുമല്ല, അമേരിക്കൻ മണ്ണിൽ പുടിൻ എത്തുന്നതോടുകൂടി അമേരിക്ക ഏർപ്പെടുത്തിയ ചില ഉപരോധങ്ങളിൽ അയവ് വരുത്തിയത് കൊണ്ട് മാത്രമാണ് പുടിൻ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ ഇടയിലേക്ക് പുടിൻ വീണ്ടും വരാനുള്ള ഒരു എൻട്രി കൂടിയാണ് ഈ അലാസ്കയിലേക്ക് എൻട്രി ചെയ്യുന്നതോടുകൂടി പുടിന് സാധ്യമാക്കുക. ഇന്ന് രാവിലെ വൈറ്റ് ഹൗസിൽ നിന്ന് തിരിക്കും മുമ്പ് ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻകോയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു. അദ്ദേഹം പുടിന്റെ വളരെ വിശ്വസ്തനാണ്. അദ്ദേഹം ആയിട്ടുള്ള സംസാരം നല്ല രീതിയിൽ പോയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അത് എന്തുമാത്രം ഈ വിലപേശൽ ചർച്ചയിൽ ബാധിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രണ്ട് നേതാക്കളും ഭരണാധിപന്മാർക്ക് ഉപരിയായിട്ട് നല്ല ഡീൽ മേക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെ വിലപേശലായിരിക്കും ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നറിയാനാണ് ലോകം കാത്തിരിക്കുന്നത്. ഈ ചർച്ച നല്ല രീതിയിൽ പോയില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോകും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ പോകുന്ന ഒരു ചർച്ചയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. എന്നാൽ നല്ല രീതിയിലാണ് ഈ ചർച്ച പോകുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സെലൻസ്കിയും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ത്രികക്ഷി ചർച്ച ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ നമ്മളിപ്പോ വൈറ്റ് ഹൗസ് മീഡിയ റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള US സൈനിക കേന്ദ്രത്തിൽ വെച്ച് അതീവ സുരക്ഷയോടുകൂടി അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി നടക്കുന്ന ഒരു ഉച്ചകോടിയാണ് ഈ രണ്ട് നേതാക്കൾ തമ്മിൽ. ആർക്കും അവിടെ പ്രവേശനമില്ല. അവരുടെ പരിഭാഷകർക്കും മാത്രമാണ് പ്രവേശനം. ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ഒക്കെ ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ ഉണ്ടെങ്കിലും ചർച്ചയുടെ ഭാഗമാകില്ല. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണാനായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അവിടെയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. മധു കൊട്ടാരക്കരയാണ് അലാസ്കയിലെ ആംഗ്രേജിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച വിരുന്ന് സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സർവകലാശാല വിഷയങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ രാജ്ഭവൻ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെയാണ് ഈ തീരുമാനം. സർക്കാർ പ്രതിനിധികളായി ചീഫ് സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും മാത്രമാണ് പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും പരിപാടിക്ക് എത്തിയില്ല. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്ഭവൻ നടത്തിയ വിരുന്ന് പൂർണ്ണമായി ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വൈകിട്ട് 6:30 രാജ്ഭവനിൽ അറ്റ് വിരുന്ന് തുടങ്ങി. തിരുവനന്തപുരത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയില്ല. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് സർക്കാർ പ്രതിനിധികളായി ചടങ്ങിനെത്തിയത്. ചടങ്ങ് നടക്കുമ്പോൾ രാജ്ഭവനെതിരെയുള്ള ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന മന്ത്രി GR അനിൽ രാജ്ഭവന് മുന്നിലൂടെ തന്നെ വീട്ടിലേക്ക് പോയി. കാവിക്കൊടിയേന്തിയ ഭാരതമ്മ വിവാദത്തിന് പിന്നാലെ സർവകലാശാല വിഷയം കൂടി വന്നതോടെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരുന്നു. സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും സുപ്രീം കോടതിയിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിനുള്ള ഓർഡിനൻസും ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ മന്ത്രിമാർ ഒന്നടങ്കം നടത്തിയ ഈ ബഹിഷ്കരണത്തിലൂടെ രാഷ്ട്രീയ സന്ദേശവും വ്യക്തമാണ്. മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോഴും സമാനമായി ബഹിഷ്കരണം നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം.
79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. ആണവ ഭീഷണി ഉയർത്തിയ പാകിസ്ഥാന് ചുട്ട മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം. രാജ്യത്തെ യുവാക്കൾക്കും ഇടത്തരക്കാർക്കുമായി പ്രധാനമന്ത്രി പദ്ധതികളും പ്രഖ്യാപിച്ചു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തിയതോടെയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ആണവ ഭീഷണി തുടർന്നാൽ ലക്ഷ്യങ്ങൾ സായുധസേന തീരുമാനിക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പാകിസ്ഥാന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. 22 तारीख के बाद हमने हमारे सेना को खुली छूट दे दी. रणनीति वो तय करे, लक्ष्य वो तय करे. सैकड़ों किलोमीटर दुश्मन की धरती पर घुस करके സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കില്ല. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിന് സ്വാശ്രയത്വത്തിലൂടെ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തി. ദീപാവലി സമ്മാനമായി ഉത്പന്നങ്ങൾക്ക് വില കുറയ്ക്കുന്ന GST പരിഷ്കരണം പ്രഖ്യാപിച്ചു. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1 മണിക്കൂറും 44 മിനിറ്റുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ചെങ്കോട്ടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു ഇത്തവണത്തേത്. 24 ഡൽഹി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ ആഘോഷ ചടങ്ങുകൾ നടന്നു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. ജനാധിപത്യവും മതേതരത്വവും ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിത്തറ. മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ടു പോകും. ജില്ലകളിൽ വിവിധ മന്ത്രിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വോട്ടർ പട്ടിക ക്രമക്കേട്, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരുടെ പ്രസംഗം. രാജ്യത്തെ മതസ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്രൈസ്തവ സഭാ നേതാക്കളുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ഇത്രയും വിസ്തൃതമായ, ഇത്രയും വ്യത്യസ്തമായ ഒരു രാജ്യം ത്രിവർണ പതാകയ്ക്ക് കീഴിൽ ഒന്നിച്ച് കരം കൂപ്പുമെങ്കിലേ അത് അഭിമാനത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. സ്വാതന്ത്ര്യദിനം നമുക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം അച്ചടക്കമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. RSSനെ പ്രകീർത്തിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം വിവാദത്തിൽ. സ്വാതന്ത്ര്യസമര പോരാളികളെ അപമാനിക്കുന്നതാണ് പ്രസംഗമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചെങ്കോട്ടയിലെ ആഘോഷത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പങ്കെടുക്കാത്തതിൽ BJP വിമർശനവുമായി എത്തി. आज से 100 साल पहले एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ. व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के 100 साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयंसेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया. ചെങ്കോട്ട പ്രസംഗത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSS പ്രശംസ. RSSന്റെ 100 വർഷം നിസ്വാർത്ഥ സേവനത്തിന്റെ കാലമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. RSSനെ പ്രകീർത്തിച്ചുള്ള പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ RSS പൊരുതിയിട്ടില്ലെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ അപമാനിക്കുന്നതാണ് പ്രസംഗമെന്നും കോൺഗ്രസ് ലോക്സഭാംഗം മാണിക്യം ടാഗോർ പറഞ്ഞു. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പങ്കെടുക്കാത്തതിനെ വിമർശിച്ച് BJPയും രംഗത്തെത്തി. അതിനിടെ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന പോസ്റ്ററും വിവാദമായി. ഗാന്ധിജിയുടെ ചിത്രത്തിന് മുകളിൽ സവർക്കറിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് മന്ത്രാലയം പോസ്റ്റർ ഇറക്കിയത്. നീക്കം യാദൃശ്ചികമല്ല, കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. 24 ഡൽഹി. ചരക്ക് സേവന നികുതി സ്ലാബുകൾ 2 മാത്രമായി നിലനിർത്താൻ കേന്ദ്ര സർക്കാരിന്റെ ആലോചന. 12, 28 എന്നീ സ്ലാബുകൾ ഒഴിവാക്കി നികുതി ഏകീകരിക്കും. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി GST നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर
आपके लिए तोहफा बन जाएंगे। सामान्य मानवीय की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे। बहुत बड़ी सुविधा बढ़ेगी। हमारे MSME, हमारे लघु उद्यमी, इनको बहुत बड़ा लाभ मिलेगा। ദീപാവലി സമ്മാനമായി GSTയിൽ സുപ്രധാന പരിഷ്കരണം നടത്തുമെന്ന മോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വിവരങ്ങൾ പുറത്തുവന്നത്. 5, 18 എന്നിങ്ങനെ 2 സ്ലാബുകളിലായി നികുതി സ്ലാബുകൾ നിലനിർത്താനാണ് ആലോചന. ഇതോടെ 28% GSTയിലുള്ള 90% വസ്തുക്കളും 18% വരും. 12% GSTയിലുള്ള 99% വസ്തുക്കളും 5% വരും. ഇതുമൂലമുണ്ടാകുന്ന നികുതി നഷ്ടം ഉപഭോഗം കൂടുന്നത് വഴി നികത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം. നികുതി പരിഷ്കരണം സംബന്ധിച്ച പ്രപ്പോസൽ ധനകാര്യ മന്ത്രാലയം GST കൗൺസിലിന് സമർപ്പിച്ചു. ഈ മാസം ചേരുന്ന GST കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തേക്കും. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമേ പരിഷ്കരണം നടപ്പാക്കാവൂ എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. നേരത്തെ തന്നെ ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാനങ്ങളെ നോക്കുകുത്തിയാക്കുന്നൊരു സമീപനം ഇത് വരുന്നുണ്ടോ എന്നുള്ള പ്രശ്നം വളരെ ഗൗരവതരമാണ്. നമുക്കും ആശങ്കയുണ്ടാക്കുന്നൊരു പ്രഖ്യാപനം തന്നെയാണ്. എന്തായാലും വിശദമായ ചർച്ച നടത്താതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റും തയ്യാറാവരുതെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. 2 സ്ലാബുകൾക്ക് പുറമെ ആഡംബര പുകയില ഉൽപ്പന്നങ്ങൾക്ക് 40% പ്രത്യേക നികുതി ചുമത്താനും ആലോചനയുണ്ട്. നവംബറിലായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. 24 ഡൽഹി. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 23ആയി. 160-ലധികം പേരാണ് ചികിത്സ തേടിയത്. അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കി. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക രേഖകൾ പ്രകാരം 160-ലധികം പേരാണ് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയത്. 23 പേരുടെ മരണം സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് കാഴ്ച നഷ്ടമായിട്ടുണ്ട്. കൂടാതെ കിഡ്നി പ്രവർത്തനരഹിതമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏഷ്യൻ വംശജരാണ് കൂടുതലും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ജീവന് തന്നെ ഭീഷണിയാകുന്ന ഇത്തരം ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തു. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വിവിധ ഭാഷകളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. രാജ്യ താൽപര്യത്തിനും ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറിയ അനധികൃത മദ്യനിർമ്മാണശാലകൾ കണ്ടെത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി പരിശോധന ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. പരിശോധനകളിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേർ പിടിയിലായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. കണ്ണൂർ അരിയിലിൽ 13 വർഷം മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന CPIM പ്രവർത്തകൻ മരിച്ചു. 60 വയസ്സുള്ള വള്ളേരി മോഹനനാണ് മരിച്ചത്. മുസ്ലിം ലീഗ് ആക്രമണത്തിന്റെ രക്തസാക്ഷിയാണ് മോഹനനെന്ന് CPIM-ഉം 13 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആക്രമണത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗും പ്രതികരിച്ചു. 2012 ഫെബ്രുവരി മാസമാണ് തളിപ്പറമ്പ് അരിയിൽ മേഖലയിൽ തുടർച്ചയായ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായത്. CPIM മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീടുകളും ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. 2012 ഫെബ്രുവരി 20-നാണ് അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത്. തുടർ സംഘർഷത്തിന്റെ ഭാഗമായി തൊട്ടു പിറ്റേ ദിവസം ഫെബ്രുവരി 21-ന് മോഹനന് വെട്ടേറ്റു. ഷുക്കൂർ വധത്തിലെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് കേസ്. മുഴുവൻ പ്രതികളും മുസ്ലിം ലീഗ് പ്രവർത്തകർ. അന്ന് ശരീരത്തിലേറ്റ മാരകമായ പരുക്ക് 13 വർഷം മോഹനെ വേട്ടയാടിയെന്ന് CPIM. 13 വർഷം മുമ്പ് ലീഗുകാരുടെ അക്രമത്തിന് വിധേയമായി ചികിത്സയിലായിരുന്നു മോഹൻ. കഴിഞ്ഞ 13 വർഷക്കാലം ദുരന്തപൂർണമായ ഒരു ജീവിതമായിരുന്നു സഖാവ് മോഹന്. മോഹനെ ലീഗ് അക്രമികൾ തുണ്ടം തുണ്ടമാക്കി വെട്ടുനുറുക്കി വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ലീഗ് അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് 13 വർഷക്കാലം അദ്ദേഹം കഴിഞ്ഞത്. ഷുക്കൂർ വധത്തിന് പിന്നാലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും മോഹനന്റെ മരണത്തിന് കാരണം അതല്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരക്രമത്തിന്റെ പേരിൽ ശ്രീ മോഹനൻ മരണപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് ശ്രീ മോഹനന്റെ മരണത്തിന് ഉത്തരവാദികൾ ലീഗ് പ്രവർത്തകരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിയതോടെ പോലീസും ജാഗ്രതയിലാണ്. 24 കണ്ണൂർ. മലയാള സംഗീത ലോകത്തെ അതുല്യ പ്രതിഭകൾ ഒരൊറ്റ വേദിയിൽ ഒന്നിക്കുന്ന ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് നാളെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നാളെ വൈകിട്ടാണ് പരിപാടി. സൗജന്യ പ്രവേശന പാസ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ 24 ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം. മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഗീത ലോകത്തെ താരസംഗമമാണ് കോഴിക്കോട് നടക്കുക.
വിവിധ കാറ്റഗറികളിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സംഗീത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ താരങ്ങളെത്തും. പ്രശസ്ത പിന്നണി ഗായകരായ സിദ് ശ്രീറാം, മധു ബാലകൃഷ്ണൻ, ഹരിശങ്കർ, സിത്താര കൃഷ്ണകുമാർ, വൈക്കം വിജയലക്ഷ്മി, സൂരജ് സന്തോഷ്, ശിവാംഗി കൃഷ്ണകുമാർ, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, ജേക്ക് ബിജോയ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ദീപു നൈനാൻ തോമസ്, വിനായക് ശശികുമാർ തുടങ്ങിയവർ സംഗീത നിശയ്ക്ക് മാറ്റുകൂട്ടും. വൈകിട്ട് 6 മുതൽ ആരംഭിക്കുന്ന പരിപാടിയുടെ പ്രവേശനം സൗജന്യമാണ്. എരഞ്ഞിപ്പാലത്തെ 24 ആൻഡ് ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും ടിക്കറ്റുകൾ സ്വന്തമാക്കാം. 24 കോഴിക്കോട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തലശ്ശേരി ഷോറൂമിൽ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷന് തുടക്കമായി. ടൈം അൺവെയിൽഡ് എന്ന പേരിൽ സെപ്റ്റംബർ 5 നടക്കുന്ന എക്സിബിഷൻ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് ഡിസ്പ്ലേയും കളക്ഷനുകളും കോർത്തിണക്കിയാണ് എക്സിബിഷൻ സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. പ്രീമിയം വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ 20% മുതൽ 50% വരെ വിലക്കിഴിവോടെ സ്വന്തമാക്കാം. ഉപഭോക്താക്കൾക്ക് രാജകീയവും ആഡംബരവുമായ വാച്ചുകൾ നൽകുന്നതിൽ മലബാർ വാച്ചസ് മുൻപന്തിയിലാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ആദ്യമായി ഞങ്ങൾ തലശ്ശേരിയിൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വാച്ചിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫർ കം സെയിൽ ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ വിവിധ വാച്ചുകളുടെ ബ്രാൻഡുകളായി 20ഓളം ബ്രാൻഡുകളുടെ റാഡോ, അതുപോലെ ലോഞ്ചിൻസ്, ടിസോട്ട്, കാർട്ടുള്ള 20ഓളം ബ്രാൻഡുകളുടെ അപൂർവ ശേഖരവും എക്സിബിഷൻ കം സെയിൽ ഈ ഒരു ഓഫർ ദിവസങ്ങളിൽ വരുന്ന 15 ദിവസങ്ങളിൽ ഞങ്ങൾ ഈ തലശ്ശേരി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാണുവാനും ആസ്വദിക്കാനും നല്ലവരായ തലശ്ശേരിയിലുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ആദ്യമായി തലശ്ശേരി ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ ഞായറാഴ്ച പ്രവർത്തനം തുടങ്ങും. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും ഒരു LCD TV വീതം 10 ടിവികൾ സമ്മാനമായി നൽകും. ഓണക്കാലത്തെ എതിരേൽക്കാൻ ഉപഭോക്താക്കൾക്കായി വക്കാലക്ക ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കമ്പനി. ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നന്ദിലത്ത് ഗ്രൂപ്പിന്റെ ചില്ലാക്സ് ഓഫർ സമ്മാനദാനം പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഷോറൂം അങ്കണത്തിൽ വെച്ച് നടക്കും. ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് പുതിയ ഷോറൂമിന്റെ ഭദ്രദീപം തെളിയിക്കും. ഉദ്ഘാടന ദിവസം 70% വരെ ഡിസ്കൗണ്ടാണ് ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത്. 79ാം സ്വാതന്ത്ര്യദിനം ഭംഗിയായി ആഘോഷിച്ച് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ അക്കാദമി ഡയറക്ടർ IG K സേതുരാമൻ IPS ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. 12 പ്ലാറ്റൂണുകൾ അണിനിരന്ന പരേഡിൽ SI കേഡറ്റ് സുബോധ് പരേഡ് കമാൻഡറായും SI കേഡറ്റ് നിസാമുദ്ദീൻ സെക്കൻഡ് ഇൻ കമാൻഡറായും മുഖ്യാതിഥിയെ അഭിവാദ്യം ചെയ്തു. 24 റൗണ്ട് പൂർത്തിയാവുന്നു.